ആ സത്യം പരിപാലിക്കാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞു പോയ വാക്ക് നിങ്ങൾ നോക്കുക. 2-3 ഭാര്യയുണ്ടല്ലോ. ഞാനത് പാലിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞെങ്കിൽ കൈകേയി കേസ് കൊടുക്കുവോ? ഇല്ല. കൈകേയി നീ നിന്റെ പണിയെടുത്തോന്ന് പറയാലോ? ദശരഥന് പറയാലോ? ഇല്ല. ഭാര്യയോടായാലും പറഞ്ഞ വാക്ക് പാലിക്കണം. രാമായണം വായിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആണുങ്ങൾ ഭാര്യക്ക് അടുത്ത കൊല്ലം ഞാൻ ഫ്രിഡ്ജ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് പാലിച്ചിട്ടില്ലേ, പിന്നെ നിങ്ങൾ രാമായണം വായിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായോ? പറഞ്ഞ വാക്ക് പാലിക്കണം. സത്യത്തിനോടുള്ള വില. അതുകൊണ്ട് രാമ, ഞാനിങ്ങനെ സത്യം ചെയ്തു പോയി, അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യാ? പക്ഷെ നിന്നെ ഞാൻ കാട്ടിൽ അയച്ചിട്ട് ഭരതനെ രാജാവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സത്യം പാലിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിനക്കൊരു കാര്യം ചെയ്യാം, നീ എന്നെ പിടിച്ച് കാരാഗൃഹത്തിലിടുക. അന്ന് രാജാക്കന്മാർ എത്രയോ ചെയ്യുന്നതാണ്. എന്നിട്ട് നീ രാജ്യം ഭരിക്കണമെന്ന് പറയുമ്പോൾ രാമൻ ദശരഥനോട് പറയുന്നൊരു മറുപടിയുണ്ട്. ഈ മറുപടി നിങ്ങൾ ഇന്ന് ആ ഭാഗം വീട്ടിൽ പോയിട്ട് മക്കൾക്കെല്ലാം ഉപദേശിച്ചു കൊടുക്കണം, നിർബന്ധമായിട്ട്. നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെൻ്റാണിത്. എന്താ പറയുന്നതെന്നറിയോ? 3 തരം മക്കളുണ്ട് അച്ഛാ. ഒന്ന്, താതകാര്യം അനാജ്ഞപ്തമെങ്കിലും മോദേന ചെയ്യുന്ന പുരുഷൻ ഉത്തമൻ. അച്ഛൻ പറഞ്ഞ കാര്യം, അച്ഛൻ ഉദ്ദേശിക്കുന്ന കാര്യം ആജ്ഞാപിക്കാതെ മനസ്സിലാക്കി ചെയ്യുന്നവനാണ് ഉത്തമപുത്രൻ. രണ്ടാമത്തതോ, താതൻ നിയോഗത്താൽ ചെയ്യുന്നവൻ മധ്യമപുത്രൻ. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമപുത്രൻ. ഇനി മൂന്നാമത്തതോ, അച്ഛൻ പറഞ്ഞിട്ടും അനുസരിക്കാത്തവൻ. അതാരാ? നിങ്ങൾ പറഞ്ഞ ഉത്തമൻ, മധ്യമൻ, മൂന്നാമത്തത് അധമൻ അല്ലേ? അല്ല. അവിടെയാണ് പ്രശ്നം. അച്ഛൻ പറഞ്ഞിട്ടും അനുസരിക്കാത്ത പുത്രൻ അധമൻ എന്നല്ല രാമായണം പറയുന്നത്. രാമൻ ദശരഥനോട് പറയുന്നത് പിത്രൂർ മലമെന്ന് ചൊല്ലുന്നു സത്തുക്കൾ. അച്ഛൻ്റെ മലമാണെന്ന. മനസ്സിലായോ? നമ്മളെ നാട്ടിൽ എത്ര മലമുണ്ട് നിങ്ങൾ വീട്ടിൽ പോയി കണക്കെടുത്തോ? അച്ഛൻ പറയാതെ അച്ഛൻ്റെ മനസ്സറിയുന്നു ചെയ്യുന്നവൻ ഉത്തമൻ, അച്ഛൻ പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്നവൻ മധ്യമൻ, അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കാത്തവൻ അച്ഛൻ്റെ മലം എന്ന് പറയാ. അതാണ് പിതൃപുത്ര ബന്ധത്തിൻ്റെ പ്രസക്തി. പിടികിട്ടിയോ? അപ്പൊ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? അതാണ്. ഇനി പിതൃപുത്ര ബന്ധം, ഭാര്യാഭർത്തൃബന്ധം പറഞ്ഞല്ലോ ഞാൻ. പിതൃപുത്ര ബന്ധം പറഞ്ഞു. മൂന്നാമത്തത് സഹോദര ബന്ധം. എന്താ സഹോദര ബന്ധത്തിന് 2 ഉദാഹരണങ്ങൾ. രാമനെ മാത്രമേ കാട്ടിലയക്കാൻ വേണ്ടി ദശരഥൻ ആജ്ഞാപിച്ചിട്ടുള്ളൂ. ആ രാമന്റെ കൂടെ ആരും പറയാതെ രാമൻ കാട്ടു പോകുന്നത് ദശരഥൻ പറഞ്ഞിട്ടാ. കാരണമുണ്ട്. എന്നാ ലക്ഷ്മണൻ കാട്ടു പോകുന്ന ആര് പറഞ്ഞിട്ടാ? രാമൻ വിളിച്ചോ? ലക്ഷ്മണന്റെ അമ്മ പറഞ്ഞോ നീ പോണോന്ന്? കൗസല്യ അഭ്യർത്ഥിച്ചോ? ദശരഥൻ പറഞ്ഞോ? ഒന്നുമില്ല. ആരും പറയാതെ വോളണ്ടിയർ, ആദ്യത്തെ ലോകത്തിലെ വോളണ്ടിയർ ആരാണ്? ലക്ഷ്മണനാണ്. ലോകത്തിലെ ആദ്യത്തെ വളണ്ടിയർ ലക്ഷ്മണനാണ്. സ്വയം സന്നദ്ധനായി ചെയ്യുന്നവൻ, അല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നവനല്ല വളണ്ടിയർ. സ്വയം സന്നദ്ധനായിട്ട് ജ്യേഷ്ഠന്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ പോകുമ്പോ എന്നാലും മോനെ നീ എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കുകയാണോ അമ്മ? നമ്മളെ നാട്ടിൽ നിന്നല്ലോ ഗൾഫിലെല്ലാം പോകുമ്പോ അമ്മമാര് പറയൂ, നീ ഒന്നും ഇല്ലാണ്ട് പോന്നോട്ടേനൊന്നും. അസുഖമൊന്നും ഇല്ലാണ്ട് എന്നാ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതുപോലെ ഓൻ പോയിട്ട് ഒന്നും ഇല്ലാണ്ടിങ്ങ് പോരുക. മനസ്സിലായോ? അതാണ്. എന്ന് പറഞ്ഞാൽ അമ്മ ഉപദേശിക്കുന്നത് എന്താണെന്നറിയോ? സുമിത്ര ഉപദേശിക്കുന്നത് അതാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം. നവരത്നങ്ങൾ, വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളോട് രാമായണത്തിലെ ഉത്തമ ശ്ലോകം ഏതെന്ന് ചോദിച്ചപ്പോ പറയിപെറ്റ പന്തിരകുലത്തിന്റെ പിതാവായിരിക്കുന്ന വരരുചി എന്ന മഹാകവി അദ്ദേഹം പറഞ്ഞു കൊടുത്തത് രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദ യഥാസുഖം എന്നാൽ. നീ കാട്ടിലെത്തിയാൽ രാമനെ ദശരഥന് തുല്യനായി കാണണം, അച്ഛന് തുല്യനായിട്ട് ജ്യേഷ്ഠനെ കാണണം. മാം വിദ്ധിം ജനകാത്മജം, അമ്മയ്ക്ക് തുല്യമായിട്ട് ആരെ കാണണം? സീതയെ കാണണം. അയോധ്യാമടവിം വിദ്ധിം, കാടായിട്ട് അയോധ്യയായിട്ട് കാടിനെ കാണണം. ഗച്ഛതാദ യഥാസുഖം, മകനെ സുഖമായി പോയി വരിക.
ഇതാണ് സുമിത്ര ഉപദേശിക്കുന്നത്. ഇതാ ഉത്തമ ശ്ലോകം. അങ്ങനെ ലക്ഷ്മണൻ കാട്ടിൽ പോയിട്ട് തൻ്റെ ജ്യേഷ്ഠപത്നിയെ അമ്മയ്ക്ക് തുല്യമായി കണ്ടോ എന്നതിന് തെളിവുള്ളൊരു ഭാഗമുണ്ട്. ഏതാ ഭാഗം? സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകുമ്പോൾ ആകാശത്തുകൂടെ പോകുമ്പോൾ സീത കണ്ടു, ഈ ഇത് കെട്ടിയിട്ട് അവരുടെ നടുക്കിട്ട് കൊടുത്തു. ഇത് ആരുടേതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല, അവർ സൂക്ഷിച്ചു വെച്ചു. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന പോക്കിലാണ് ഋഷമുഖാചലത്തിൽ വെച്ച് സുഗ്രീവനെയും ഹനുമാനെയും ജാമ്പവാനെയും കണ്ടെത്തുന്നത്. അവിടെ വെച്ചിട്ട് സീതാന്വേഷണത്തിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരകത്തു നിന്ന് ഇതെടുത്തു കൊണ്ടു കൊടുത്തു. ഇങ്ങനെ ഒരു തുണിക്കെട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ കുറച്ച് ആഭരണങ്ങളുണ്ട്, അത് നിങ്ങളുടെ സീതാദേവിയുടേതാണോ എന്ന് നോക്കൂന്ന്. തുറന്നത് കണ്ടപ്പോഴേക്ക് രാമന്റെ വികാരങ്ങൾ പൊട്ടി ഒഴുകുകയാണ്. രാമൻ കരയുകയാണ്, എൻ്റെ ആഭരണങ്ങളെ നിങ്ങളും എൻ്റെ സീതാദേവിയെ ഉപേക്ഷിച്ചു പോയോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് രാമന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ? അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ജ്യേഷ്ഠാ. നിനക്ക് സംശയമാണോ? ഈ മാലയോ? അതും എനിക്കറിയില്ല. വളകളോ മോതിരമോ ഒന്നും ലക്ഷ്മണൻ അറിയില്ല. അവസാനം പാദസരങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. അമ്മയ്ക്ക് തുല്യമായിട്ട് ഞാൻ എപ്പോഴും രാവിലെ ആ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ പാദസരം ഞാൻ കാണലുണ്ട് എന്ന് പറയുന്ന മര്യാദാ പുരുഷോത്തമൻ ആരാ? രാമനല്ല മര്യാദാ പുരുഷോത്തമൻ, ലക്ഷ്മണനാ. എന്തൊരു മര്യാദയാ! ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞിട്ട് ജ്യേഷ്ഠപത്നിയെയും കൂട്ടി വരുമ്പോ കയ്യിൽ എത്ര പവന്റെ വളയുണ്ട്, നെക്ലേസിന് എത്ര തൂക്കമുണ്ട് എന്ന് അളക്കുന്ന അനുജനല്ല ലക്ഷ്മണൻ. ആ മര്യാദ മനസ്സിലായോ? ആ ലക്ഷ്മണൻ, അതാണ് ജ്യേഷ്ഠത്തിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ബന്ധം. ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ ജീവിതം പട്ടികൾക്ക് തുല്യമാവില്ലെന്ന്. ഇതെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവൂ? ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് ബന്ധങ്ങളൊന്നും നോക്കണ്ട, വെറും ഒരു ലൈംഗിക ഉപകരണമായി കാണുന്ന വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാട്ടികളായി വളർന്നു വരുമ്പോ ഇതിന്റെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ? ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ? ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. തനിനിറമെടുത്തണിയണ നെഞ്ചെ, കാട്ടുതോന്നിയാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. ഇതാ കുട്ടികളെ പാട്ട്. കുട്ടികളെ കുറ്റം പറയണ്ട. നിങ്ങൾ ഈ രാമായണത്തിന്റെ ഒരു പാഠം, ഒരർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? വട്ടത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തോ? കുട്ടികൾ അങ്ങനെ മൊബൈലും കൊണ്ട് ഹണി റോസിനെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ രാമായണം വായിക്കും. എന്ത് കാര്യം? ഇത് കഥ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിന്റെ മൂല്യം പറഞ്ഞു കൊടുക്കണ്ടേ? ഇനി അവിടെ അത് കഴിയട്ടെ. ഇനി മറ്റൊന്നും, രാമായണത്തിൽ എനിക്ക് ഏറ്റവും വികാരപരമായി തോന്നിയ സന്ദർഭം, രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ രാമനും സീതയ്ക്കും അതൊരു ഹണിമൂൺ ആയിരുന്നില്ലേ? കൊട്ടാരത്തിൽ രാമനും സീതയ്ക്കും ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. പാരയോട് പാരയായിരുന്നു. ഇവര് സമാധാനത്തിൽ ജീവിച്ചത് കാട്ടിലാണല്ലേ? ഒരു സ്വല്ലയില്ലാതെ ജീവിച്ചില്ലേ കാട്ടിൽ? കാനനത്തിൽ ശരത്കാല ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങുമണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ. അങ്ങനെ നടന്നിരുന്ന ആ കാട്ടിൽ ശ്യാമനും സീതയ്ക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിഞ്ഞത് ലക്ഷ്മണന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. രാമന്റെ കൂടെ സീതയുണ്ട്, പക്ഷെ ലക്ഷ്മണന്റെ കൂടെ ഊർമിളയില്ല, അല്ലേ? അവളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കൂ. നമ്മുടെ ഭർത്താവ് ഗൾഫിൽ പോയാൽ, അല്ലെ ബാംഗ്ലൂർ ലണ്ടനിൽ പോയാൽ, അവിടെ എത്തി ഉടൻ തന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടില്ലെങ്കിലുള്ള സുഹൃത്തെ ഭാര്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. കത്തയച്ചിട്ടില്ലെങ്കിൽ, മണി ഓർഡർ അയച്ചിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. എന്നാൽ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോയിട്ട് കാട്ടിൽ ഉറങ്ങിയോ? ഉണ്ടോ? അല്ലേ? രാക്ഷസന്മാര് പിടിച്ചു തിന്നോ? വന്യമൃഗങ്ങളുടെ ഭക്ഷണമായി പോയോ? ഒരു വിവരവും ഇല്ലാതെ 10-14 കൊല്ലം കൊട്ടാരത്തിൽ ഭർത്താവിന്റെ മാതാക്കളെയും സേവിച്ചു നിന്നൊരു മഹായുവതി, മഹതിയിലെ, അതാണ് ഊർമിള. ആ ഊർമിളയുടെ ത്യാഗം ആലോചിച്ച് നോക്കൂ. ആ ഊർമിളയുടെ ത്യാഗത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്.
ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം, രാമായണ നാടകത്രയങ്ങളിൽ എന്നെ കരയിച്ചൊരു ഭാഗമുണ്ട്. ആ ഭാഗം സീതയെ, രാവണവധത്തിന് ശേഷം സീതയെ തിരിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിലെത്തിയ രാമൻ അർദ്ധരാത്രിയിൽ പരിവാരങ്ങളില്ലാതെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോകുന്ന രംഗമുണ്ട്. എവിടത്തേക്കാ പോകുന്നത്? അന്തഃപുരത്തിലേക്ക്. ആരുടെ അന്തഃപുരത്തിലേക്ക്? സീതയുടെ അന്തഃപുരത്തിലേക്കല്ല, ലക്ഷ്മണന്റെ ഭാര്യാഗൃഹത്തിലേക്ക് പോവുക. എന്തിന്? ഉർമിള ഉറങ്ങുന്ന ആ മുറിയിൽ കയറി ചെല്ലുന്നു രാമൻ. ഉറങ്ങുന്ന ഉർമിളയുടെ പാദങ്ങൾ തൊട്ടിട്ട് രാമൻ കണ്ണുനീർ വാർത്തുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട അനുജത്തി, നീ അനുഭവിച്ച 14 വർഷത്തെ മഹാത്യാഗമാണ് എന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അതാണ് അനുജന്റെ ഭാര്യയോടുള്ള ആദരവ്. നിങ്ങൾ കണ്ടോ? അനുജന്റെ ഭാര്യയെ സ്വന്തം പുത്രിക്ക് തുല്യമായി കാണുന്ന രാമനെ കണ്ടോ? ധാർമ്മികത, കുടുംബത്തിന്റെ ധാർമ്മികത എന്തെന്ന് നിങ്ങൾ പഠിപ്പിക്കേ. ഈ ഒരു ധാർമ്മികത ഇല്ല, മനുഷ്യ ജീവിതം തീർന്നില്ലേ? ശരീരത്തിന്റെ പ്രചോദനങ്ങൾക്ക് വഴങ്ങിയിട്ട് മനസ്സ് കുതിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ട്രെൻഡ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൃഗങ്ങൾ അവരുടെ ഗുരു, ശരീരവും ലഘുവാണ് മനസ്സ്. ഗുരു ലഘുവും പണ്ട് വൃത്തം പഠിച്ചവർക്കറിയാം. ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘു. വലുത് ഗുരു, ചെറുത് ലഘു, അല്ലേ? ഗുരു എന്ന് പറഞ്ഞാൽ മാഷ് എന്നല്ല അർത്ഥം. മാഷന്മാരെ ഗുരുജനങ്ങൾ എന്ന് വിളിക്കുന്നത് കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാണ്. അല്ലാതെ ഗുരു എന്ന് പറഞ്ഞാൽ മാഷ് എന്നാണെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നാ അല്ല. ഗുരു വലുതാ, ലഘു ചെറുതാ. മൃഗങ്ങൾക്ക് ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാ. എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രമുറ്റത്ത് ഒരു പശു വന്നു. ആ പശുവിനൊന്ന് മൂത്രമൊഴിക്കണം, ശരീരത്തിന് തോന്നി മൂത്രമൊഴിക്കണം. അപ്പൊ മനസ്സ് പറയോ, ആളുണ്ട് ഇവിടെ പറ്റൂല, ആലയിലെത്തട്ടെ എന്ന് പറയോ? ഇല്ല. അവിടെ പാലും വന്ന് ചോദിക്കും, അവിടെ ചാണകൂടും, പട്ടികൾ റോഡിൽ വെച്ച് ഇണചേരും. നിശ്ചയക്കാർ വേണോ? അന്വേഷണം വേണോ? പന്തൽ വേണ്ടോ? ഒന്നും വേണ്ട, റോഡിൽ വെച്ച് പട്ടികൾ ഇണചേരും. കാരണം ശരീരത്തിന് കാമമുണർന്ന അപ്പൊ ഇണചേരുക, വിശപ്പ് തോന്നിയ കിട്ടിയത് തിന്നുക, അല്ലേ? വിസർജിക്കാൻ തോന്നിയ അപ്പൊ വിസർജിക്കുക. അതാണ് ശരീരത്തിന്റെ വിധേയമാണ് ആര്? മനസ്സ്. മൃഗങ്ങൾക്ക്. നമ്മളോ? നമ്മുടെ ഗുരു മനസ്സാ, ശരീരം വിധേയമാണ്. മനസ്സ് ഇവിടെ നിന്ന് ഇപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ടിയ നിങ്ങൾ ഇവിടെ ഒഴിക്കുവോ? നമ്മുടെ മനസ്സ് പറയും, അനങ്ങാണ്ട് കിടന്നോ പെരുങ്കോട്ടല്ലേ, അവിടെ നിൽക്ക്, വീട്ടിലെത്തട്ടെ എന്ന് പറയും. കാരണം ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. കാമവികാരം ഉണർന്നു ഒരാളെ കണ്ടു, നല്ല സ്റ്റൈലുള്ള പെണ്ണ്, അവളോടൊന്ന് ഇണചേരണം, അപ്പ പിടിച്ച് ബലാത്സംഗം ചെയ്താൽ അവൻ ആരായി? മൃഗമായി. മനസ്സിലായില്ലേ? ആ മൃഗതൃഷ്ണയെ ഒഴിവാക്കി ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ്, ആ മനസ്സിനെ വളർത്തിയെടുക്കാൻ മൃഗീയ അവസ്ഥയിൽ നിന്ന് ധാർമ്മിക അവസ്ഥയിലേക്കുള്ള വളർച്ചയാണ്, മാനവിക ബോധത്തിലേക്കുള്ള മാറ്റമാണ് രാമായണ കാലഘട്ടത്തിലെ കഥകളുടെ പ്രത്യേകത. ആ മാനവിക ബോധത്തിലേക്ക് മാറുകയാണ്. സൗഹൃദ ബന്ധം. രാമൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാ? സീതയേക്കാൾ പ്രിയപ്പെട്ടവൻ ആരാ? ഹനുമാനാണ്. സൗഹൃദ ബന്ധത്തിന്റെ, അല്ലേ? ചങ്ങായി ബന്ധം, അല്ലേ? ഫ്രണ്ട്ഷിപ്പിടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാ? രാമനും ഹനുമാനും. ഹനുമാനോട് ചോദിച്ചു, എവിടെയാ നിന്റെ രാമൻ? ദാ ഇവിടെയാണ് രാമൻ എന്ന് കാണിച്ചു കൊടുത്തില്ലേ? ഇവിടെയാണ് രാമൻ, ഹൃദയത്തിലാണ് ബന്ധം. ഈ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, രാജ്യഭരണം, ഈ കാലഘട്ടമാണ് രാമായണ കഥ. മനസ്സിലായോ? അപ്പോ വെള്ളത്തിൽ ജീവൻ, കരയിലും വെള്ളത്തിലും ജീവൻ, കാട്ടിൽ ജീവൻ, മരത്തുമക്കരിച്ച ജീവൻ, കൊടയുണ്ടാക്കിയ ജീവൻ, ആയുധം കണ്ടുപിടിച്ച ജീവൻ, ധാർമ്മികതയുണ്ട്, കുടുംബസ്നേഹ ജീവിതത്തിന്റെ ജീവൻ. അതാണ് 7 അവതാരം. 8ാമത്തത് കൃഷി. ഹലായുധൻ, ഉൽപ്പാദിപ്പിക്കുന്നവൻ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവൻ, കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുന്നവൻ ആരാ? ബലരാമൻ. അതാണ് 8ാമത്തെ അവതാരം, ബലരാമൻ. 9ാമത്തതോ സർഗാത്മകത, സൗന്ദര്യബോധം. അതാ ഞാൻ പറഞ്ഞത്, സംഗീതമുണ്ടാക്കുന്നവൻ, നവരസങ്ങൾ കൊണ്ട് നൃത്തം ചെയ്യുന്നവൻ,